ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഫിഷ് ഫ്രൈ. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മീനാണ് കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിടുമ്പോൾ ഒരിക്കലും കൂടിപ്പോകരുത്. 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എന്നത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അരപ്പൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കട്ടിയായിട്ട് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. നല്ല കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അരപ്പ് ഇതുപോലെ കുഴച്ച ശേഷം മീനിൽ പുരട്ടുകയാണെങ്കിൽ മീനിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ അരപ്പ് മീനിലേക്കിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. നന്നായിട്ട് കഴിച്ച് മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ ഉൾഭാഗത്തും എല്ലാം നല്ലപോലെ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് നിന്ന് വെളിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. അപ്പോഴേക്കും അരപ്പും ഉപ്പും ഒക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കാനൊക്കെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വേറെ ഏത് എണ്ണയിൽ പൊരിച്ചാലും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിറച്ചിട്ട് കൊടുക്കണം. എണ്ണയിൽ നിറഞ്ഞു കിടക്കാനായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നിറച്ച് കറിവേപ്പില ഇട്ട ശേഷം അതിൽ മീനിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മീനിന് നല്ല ടേസ്റ്റാണ്. അതിന് മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഗ്യാസ് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് മീൻ ഫ്രൈ ചെയ്യരുത്. കുറഞ്ഞ തീയിൽ കിടന്ന് മീൻ ഫ്രൈ എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് 2 സൈഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ കിടക്കുന്ന കറിവേപ്പിലയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാകും. ആ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ മീൻ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.